പ്രഭാതത്തിൽ നമ്മോടൊപ്പമാകുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമായ ഈശോയെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഇരുകരങ്ങൾ സ്വർഗത്തിൽ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മോടൊപ്പമാകുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ജീവന്റെ അപ്പമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏദൻ തോട്ടത്തിൽ പറുദീസയിൽ നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ കുടുംബങ്ങൾക്ക് തിരികെ നൽകുവാൻ സ്വർഗത്തിൽ നിന്നും മന്നയായി പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ഉദരത്തിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന പൊന്നുതമ്പുരാനെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കുടുംബങ്ങളെ അവിടുന്ന് സ്നേഹിച്ചു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ്, അത് ഓരോ പ്രഭാതത്തിലും അനുഭവിച്ചറിയുവാൻ അവിടുത്തെ തിരുമുൻപിലേക്ക് ഞങ്ങൾ കടന്നു വരേണ്ടിയിരിക്കുന്നു. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നതും ഏറ്റവും കൂടുതൽ ഒപ്പമായിരിക്കുവാൻ ആഗ്രഹിച്ചിരുന്നതുമായൊരു ഭവനമാണ് ലാസറിൻ്റെ ഭവനം. ആ ഭവനത്തിലേക്ക് തമ്പുരാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെയും മറിയം എന്ന സഹോദരി അവൻ്റെ പാദത്തിങ്കലിരുന്ന വചനം ശ്രവിച്ചിരുന്നതായിട്ട് തിരുവചനത്തിലൂടെ നാം കാണുന്നു. അവിടെ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്: മറിയം ജീവിതത്തിൽ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നാൽ സഹോദരി മാർത്തയാകട്ടെ പലതിനെ ചൊല്ലി ആശങ്കപ്പെട്ടുകൊണ്ട് ആകുലപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് വരുവാൻ മടി കാണിച്ചുകൊണ്ട് അവൾ ആ ഭവനത്തിലായിരുന്നു. പ്രിയമുള്ളവരെ, തിരുവചനത്തിൽ പിന്നെ നാം കാണുന്നത് ലാസറിൻ്റെ മരണം കഴിഞ്ഞ് 4 നാളായി നാറ്റം വമിക്കുന്ന അവസ്ഥയിൽ ഈശോ ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നതാണ്. ഈശോയെ അകലത്തിൽ വെച്ച് കണ്ടുകൊണ്ട് തന്നെ മാർത്ത അവൻ്റെ അടുക്കലേക്ക് വന്നു അവനോട് സംസാരിക്കുന്നു. ഇതറിഞ്ഞ മറിയം അവൻ്റെ അടുക്കലേക്ക് വരുന്നു. എന്നാൽ വചനത്തിൽ പറയുന്നു, മറിയം വന്നതിന് ശേഷമാണ്, മറിയം ദൈവത്തോട് സംസാരിച്ചതിന് ശേഷമാണ് അവൻ ലാസറിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചത്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, എൻ്റെ മുന്നിൽ എൻ്റെ പാദത്തിങ്കൽ നീ ആയിരിക്കുവാൻ തയ്യാറാണെങ്കിൽ നിൻ്റെ കുടുംബത്തിൻ്റെ ഏത് പ്രശ്നങ്ങളിലേക്കും ഇറങ്ങി വരുവാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് വില കൊടുക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, എന്നെ ശ്രവിക്കുവാൻ, എന്നെ കാണുവാൻ നീ നിൻ്റെ ജീവിതത്തിൽ സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ തകർച്ചയിലേക്ക്, തളർച്ചയിലേക്ക്, നിൻ്റെ കുടുംബത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്ന് അതിനെ ഉയർപ്പിക്കുവാൻ ഞാൻ തയ്യാറാണ്. മറിയം ഈശോയുടെ പാദത്തിങ്കലിരുന്ന് വചനം കേട്ടെങ്കിൽ ആ കുടുംബത്തിലേക്ക് രക്ഷയുടെ അനുഭവമായി കടന്നു വരുവാൻ ക്രിസ്തു തയ്യാറായി. പ്രിയമുള്ളവരെ, ഒന്ന് മാത്രമേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ പ്രഭാതത്തിൽ അവൻ നമ്മോട് പറയുന്നു: നീ എനിക്ക് വിലതാ, നീ എനിക്ക് സമയം അനുവദിച്ചു താ, നിന്റെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി താ. നീ എന്നെ കാണുവാൻ, നീ എന്നെ കേൾക്കുവാൻ, നീ എൻ്റെ വചനം ശ്രവിക്കുവാൻ, നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നീ തയ്യാറാണെങ്കിൽ, നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചയിലേക്കും തളർച്ചയിലേക്കും കടന്നു വരുവാൻ തമ്പുരാൻ ഇതാ ഒരുക്കത്തോടു കൂടെ ആയിരിക്കുന്നു. നമുക്ക് ഈ പ്രഭാതത്തിൽ അവൻ്റെ മുന്നിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നവനുണ്ടെങ്കിൽ, ഒരു വ്യക്തി തമ്പുരാനെ അറിഞ്ഞതുണ്ടെങ്കിൽ ആ ജീവിതം രക്ഷ പ്രാപിക്കും. മാർത്തയുടെ ഭവനത്തിൽ മറിയം ദൈവത്തെ അറിഞ്ഞു, അവന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നു. അതിൻ പ്രകാരം ആ ഭവനത്തിന് രക്ഷയുടെ അനുഭവം
ഉയർപ്പിൻ്റെ അനുഭവം കടന്നു വന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്കും അവൻ്റെ പാദത്തിങ്കളായിരിക്കാം. അവനെ കേൾക്കുവാൻ, അവനെ കാണുവാൻ നാം ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ അവൻ്റെ മുന്നിലായിരിക്കുമ്പോൾ, അപ്പാ എൻ്റെ ജീവിതത്തെയും നീ ഉയർപ്പിക്കണമേ, എൻ്റെ കുടുംബത്തെയും തളർച്ചയുടെയും തകർച്ചയുടെയും അവസ്ഥയിൽ നിന്നും ഒരു രൂപാന്തരം നീ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും, അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭവനങ്ങളെയും ദിവ്യകാരുണ്യ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ അവിടുത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന.